പ്രവാസി യാത്രക്കാർ ധരിച്ചു വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, പഴയതായ സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയോ പിടിച്ചുവെക്കുകയോ ചെയ്യരുതെന്ന് ഡൽഹി ഹൈക്കോടതി അടുത്തിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര കസ്റ്റംസ് വകുപ്പിനോടാണ് കർശനമായ നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, ഈ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിമാനത്താവളങ്ങൾ വഴി കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള നിലവിലുള്ള നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ മെയ് 19-നകം പുതിയ SOP പുറത്തിറക്കുകയോ ചെയ്യണമെന്ന് കസ്റ്റംസിനോട് ഡൽഹി ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കണക്ഷൻ ഫ്ലൈറ്റിൽ ദുബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന മലയാളി പ്രവാസി കുടുംബത്തിൽ നിന്ന് ദില്ലി എയർപോർട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിവെക്കുകയും പിഴ അടക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെടുകയും ചെയ്തു. തൃശൂർ സ്വദേശിയായ പ്രവാസി മലയാളിയും ഭാര്യയും കുട്ടികളും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ധരിച്ചു വന്ന സ്വർണ്ണമാണ് അധികൃതർ ഊരി വാങ്ങിയത്. ഇത് ചോദ്യം ചെയ്ത് പ്രവാസി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. കസ്റ്റംസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകാനും ഉത്തരവിട്ടു. ഹൈക്കോടതി ജഡ്ജ് പ്രതിഭ സിംഗ് ആയിരുന്നു ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദില്ലിയിലെ കസ്റ്റംസിനെതിരെ മാത്രമുള്ള 30ഓളം പരാതികൾ പരിഗണിച്ചായിരുന്നു ഈ വിധി പുറപ്പെടുവിച്ചത്. കല്യാണത്തിനും മറ്റു ആഘോഷങ്ങൾക്കും സ്വർണം ധരിച്ച് പോകുന്നവരാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും ഹരാസ്മെന്റും നേരിടേണ്ടി വരുന്നത്. 2016 മുതൽ നിലവിലുള്ള ബാഗേജ് റൂൾ അനുസരിച്ച് വിദേശത്ത് 1 വർഷം താമസിച്ചു വരുന്ന പൗരന്മാരായ സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും ഡ്യൂട്ടി അടയ്ക്കാതെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ അനുവാദമുണ്ട്. നിശ്ചിത മൂല്യവും കവിയരുത്. എന്നാൽ ഈ നിയമത്തിൽ നേരത്തെ ഉപയോഗിച്ചതോ പാരമ്പര്യമായി ലഭിച്ച ആഭരണങ്ങൾ സംബന്ധിച്ചോ പരാമർശമില്ല. ഇവ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. സ്വർണ്ണവിലയിൽ വലിയ മാറ്റം വന്നതോടെ ഇത്തരത്തിൽ കാലഹരണപ്പെട്ട നിയമം പരിശോധിക്കേണ്ടതാണെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതോടെ ഇത്തരത്തിൽ ധരിച്ചു കൊണ്ടുപോകുന്ന പഴയ ആഭരണങ്ങൾ ചോദ്യം ചെയ്യൽ ഇനി കുറഞ്ഞേക്കാം.